ഞാൻ എൻ്റെ റോൾസ് റോയ്സ് സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ കോട്ടാണ് 10,000 പൗണ്ട്. അതായത് വണ്ടിയുടെ ഫ്രണ്ടിലെ എംബ്ലം പൊങ്ങി വരുമ്പം ഒരു ചെറിയ ചരിവുണ്ട്. അപ്പോൾ ആ മെക്കാനിസം മാറ്റാൻ 4,500 പ്ലസ് വാറ്റ്. എ സിയുടെ ഹീറ്റിംഗ് ഇത്തിരി കുറവ്, അതിന് 3,000 പ്ലസ് വാറ്റ്. വണ്ടിയുടെ സർവീസിന് 2,500 പൗണ്ട്. ഇതെല്ലാം കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ റഫ്ലി 10,000 പൗണ്ടാണ് വരുന്നത്. എല്ലാം പ്ലസ് വാറ്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ആക്ച്വലി പേ ചെയ്യേണ്ടി വന്നത് 0 പൗണ്ടാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ വണ്ടിക്ക് ഇയർലി 5,000 പൗണ്ട് വർത്തായിട്ടുള്ള ഒരു വാറന്റി വണ്ടിക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ വർഷവും 5,000 പൗണ്ട് ഞാൻ കൊടുക്കണം. അപ്പം നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഇപ്പം കുറെ കാര്യങ്ങൾക്ക് ചെലവാക്കിയാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന കാശ് റൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ട് കാര്യങ്ങളിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങളെ നോളജ്, കൂടുതൽ ഇൻകം കൂട്ടാൻ വേണ്ടിയുള്ള സ്കിൽസ് പഠിക്കാൻ വേണ്ടിയിട്ട്. 2, വാല്യൂ കൂടുന്ന അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കാശ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ കയ്യിലിരിക്കുന്ന കാശ് സേവ് ചെയ്താൽ യു ക്യാൻ ഓൺലി സേവ് ഹൗ മച്ച് യു ആർ മേക്കിംഗ്. യു ആർ നോട്ട് മേക്കിംഗ് മച്ച് നൗ. അപ്പൊ അത് 250 രൂപയുടെ ബിരിയാണി ഒരിടത്തുണ്ട്, മറ്റേ അടുത്ത് 230 ബിരിയാണി ഉണ്ട്. നമുക്ക് 230 കഴിക്കാം. 20 രൂപ സേവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിച്ച് ആവാൻ പോകുന്നില്ല. അപ്പൊ അവിടെയല്ല കാശ് ഉണ്ടാക്കുന്നത്, അത് സേവിംഗ് ആണ്. സേവ് ചെയ്തെന്ന് പറഞ്ഞ് കാശ് ഉണ്ടാക്കത്തില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് റിച്ച് ആവാൻ പോകുന്നില്ല. സോ സ്റ്റോപ്പ് ട്രൈങ് ടു സേവ് എവറി പെനി, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് വേ യു നീഡ് ടു ഇൻവെസ്റ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ.